ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്നൊരു ഗാർഡൻ ടൂർ എടുത്തിരിക്കുകയാണ്. നമ്മൾ ഈ ഗാർഡൻ ടൂറിലേക്ക് നമ്മുടെ ഈ എല്ലാ ചെടികൾക്കും നമ്മൾ ചെയ്യുന്ന വളങ്ങളെന്ന് പറഞ്ഞാൽ പച്ചച്ചാണകം കലക്കി ഒഴിക്കും, പിന്നെ ഫാക്ടം ഫോസ് ഇടും, പിന്നെ ഇല പഴുപ്പിന് അല്ലെങ്കിൽ ഇലയിലുണ്ടാകുന്ന മുരടിപ്പ് രോഗങ്ങൾക്ക് നമ്മൾ ചെയ്യുന്നത് വേപ്പെണ്ണ മിശ്രിതം സ്പ്രേ ചെയ്യുകയാണ്. നമ്മളത് ആഴ്ചയിൽ ഒരിക്കലോ അല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോഴോ നമ്മളത് സ്പ്രേ ചെയ്യുന്നത് എല്ലാ ചെടികളുടെയും മുരടിപ്പ് മാറാനും മഞ്ഞളിച്ച് വരുന്ന ഇലകളുടെ ആ രോഗം മാറാനും ഏറ്റവും ഉത്തമമാണ്. കൂടാതെ വെളുത്തുള്ളി മിശ്രിതവും നല്ലതാണ്. വെളുത്തുള്ളി മിശ്രിതം ഈ വേപ്പെണ്ണയിൽ വെളുത്തുള്ളി മിശ്രിതം കൂടി ചേർത്ത് സ്പ്രേ ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ്. 2 ആഴ്ച കൂടുമ്പോഴൊക്കെ നമ്മുടെ ജൈവവളത്തിൻ്റെതായ സവോള ഇങ്ങനെ വെള്ളത്തിലിട്ട് കഞ്ഞിവെള്ളത്തിലിട്ട് പുളിപ്പിച്ചിട്ട് അതും ചെടികൾക്ക് കൊടുക്കുന്നത് ഏറ്റവും ഉത്തമമാണ്. നന്നായിട്ട് പൂക്കളുണ്ടാകാനും നല്ലതാണ്. കൂടാതെ നമുക്ക് മിച്ചം വന്ന് നമ്മൾ കളയുന്ന ചോറുകൾ, വേസ്റ്റായി പോകുന്ന ചോറ് നമ്മൾ സൂക്ഷിച്ച് വെച്ചിട്ട് അതിൽ കുറച്ച് തൈരും കൂടി ചേർത്ത് നമ്മളൊരു 3 ദിവസം പുളിപ്പിച്ച് വയ്ക്കുക. അല്പം ശർക്കര കൂടി ചേർത്ത് നമ്മളത് ഒരു 3 ദിവസം സൂക്ഷിച്ച് വെച്ചതിന് ശേഷം നമ്മളത് മിക്സിയിൽ അരച്ചെടുത്ത് അത് നമ്മൾ ചെടിയുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുകയോ അതല്ലെങ്കിൽ ഡയലൂട്ട് ചെയ്തിട്ട് അരിച്ച് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതും ചെടികളിൽ കൂടുതൽ പൂക്കളുണ്ടാകാനും ഉണ്ടാകുന്ന പൂക്കൾ പൊഴിഞ്ഞു പോകാതിരിക്കാനും വളരെ ഉത്തമമാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ചെടികൾക്കായി ഞാൻ കൂടുതൽ കൊടുക്കുന്ന വളങ്ങൾ. പിന്നെ കൂടാതെ മുട്ടത്തൊണ്ടുകൾ ഉണക്കിപ്പൊടിച്ച്, കാൽസ്യത്തിന് വേണ്ടി മുട്ടത്തൊണ്ട് ഉണക്കിപ്പൊടിക്കും, പൊട്ടാസ്യത്തിന് വേണ്ടി നമ്മൾ പഴത്തൊലികളെല്ലാം ഉണക്കിപ്പൊടിച്ച്, പിന്നെ തേയിലച്ചണ്ടി അതും ഉണക്കിയിട്ട് ഇതെല്ലാം കൂടി ഈ ഒരു മിശ്രിതം കൂടി നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചേർത്ത് കൊടുക്കാറുണ്ട്. എന്നാലും 2 ആഴ്ച കൂടുമ്പോൾ നമ്മൾ ഇതിൻ്റെ ചുവട്ടിലൊക്കെ നമ്മുടെ കളകളൊക്കെ പറിച്ച് കളഞ്ഞിട്ട് ചുവടൊന്ന് അതൊക്കെ ഇളക്കിയിട്ട് നമ്മൾ ചുവട്ടിൽ നിന്ന് അല്പം മാറ്റി വേണം നമ്മൾ ഇതിട്ട് കൊടുക്കാൻ. പിന്നെ ഇടയ്ക്ക് നമ്മളൊരു മാസത്തിലൊരിക്കലെങ്കിലും സ്യൂഡോമോണാസ് 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് അതും ഇതിലേക്ക് ആ ഒരു മിശ്രിതമാക്കിയിട്ട് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നതും അല്ലെങ്കിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതും എല്ലാ ചെടികൾക്കും, അത് പച്ചക്കറികൾക്കായാലും നമ്മുടെ പൂച്ചെടികൾക്കായാലും വളരെ ഉത്തമമായതാണ്. അത് ഏറ്റവും നല്ലൊരു സാധനമാണത്. പിന്നെ പുളിപ്പിച്ച കഞ്ഞിവെള്ളം തൈരും ചേർത്ത് മിശ്രിതമാക്കിയിട്ട് അതും ഡയലൂട്ട് ചെയ്തിട്ട് അതും ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കുക. ഇതൊക്കെയാണ് ഞാൻ ചെയ്യുന്ന വളങ്ങൾ. അല്ലാതെ കൂടുതലായിട്ട് പുറത്തുനിന്ന് വെളിയിൽ നിന്നൊന്നും കാശ് കൊടുത്ത് വാങ്ങി ചെയ്യുന്ന കൃഷിയല്ല ഇത്. നമ്മൾ സീറോ ഇൻവെസ്റ്റ്മെൻറ്റുമായിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു ചെടിയാണ്. ഇനി നമ്മുടെ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്നവർ നമ്മളിത് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക പ്ലീസ്. ഓക്കെ, താങ്ക് യു ഗൈസ്.